അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 100 കടന്നു. 24 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അതേസമയം ടെക്സസിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? തീർച്ചയായും വലിയ തോതിലുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഏതാണ്ട് 12 മണിക്കൂർ മുമ്പാണ് പുറത്തു വന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അതിശക്തമായ മഴ ഈ മലമ്പ്രദേശമായ അല്ലെങ്കിൽ ഉയർന്ന പ്രതലങ്ങളുള്ള മലമ്പ്രദേശമായ ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ പ്രളയമുണ്ടായ പ്രദേശം. ഗൊദലക്കോ നദിയിലേക്ക് പെട്ടെന്ന് വെള്ളം ഉയരുകയായിരുന്നു. ഏതാണ്ട് 29 അടിയോളം ഉയരത്തിൽ പെട്ടെന്ന് ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ തന്നെ വെള്ളം ഉയർന്ന ഒരു സാഹചര്യത്തെ തുടർന്നാണ് വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. നിലവിൽ ഞാനൊക്കെ സൂചിപ്പിച്ചതുപോലെ 100-ലേറെ പേർ മരിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല 24-ലേറെ പേരെ കാണാതായിട്ടുണ്ട്. അതിൽ കൂടുതലും അവിടെ ആ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന മലഞ്ചെരിവിൽ പ്രവർത്തിച്ചിരുന്ന താൽക്കാലിക സമ്മർ ക്യാമ്പിൽ, അതായത് വേനൽക്കാലാവധിയുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളിലാണ് ഉണ്ടായിരുന്ന കുട്ടികളാണ് എന്നാണ് അറിയാനും സാധിക്കുന്നത്. വലിയ തോതിലുള്ള പ്രളയമാണ് അന്നുണ്ടായത് എന്നത് ഒരു വലിയ വെല്ലുവിളിയായി പ്രളയമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെ ചില പ്രതികൂലമായ അവസ്ഥകൾ ബാധിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വൻതോതിലുള്ള പ്രളയമുണ്ടായതിനെ തുടർന്ന് 100 പേർ, അതായത് ഞായറാഴ്ച ഉണ്ടാകുന്ന പ്രളയത്തെ തുടർന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന റിപ്പോർട്ടുകളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുമ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് അത് വെല്ലുവിളിയാകാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ കാണാതായവരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുരക്ഷ ഒരുക്കേണ്ടതുമുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, 4-ാം തീയതി, അതായത് ഈ പ്രളയം ഉണ്ടാകുന്ന ദിവസം വൻതോതിൽ ജനക്കൂട്ടം അവിടെ എത്തിയിരുന്നു. നമുക്കറിയാവുന്നതാണ്, അന്നൊരു അവധി ദിവസമാണ്. സ്വാഭാവികമായും അമേരിക്കയിലെ ഈ ടൂറിസം കേന്ദ്രങ്ങളിലേക്കെല്ലാം തന്നെ നിരവധി പേർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലെത്തിയ നിരവധി പേർ ഈ അപകടത്തിൽപ്പെട്ടതാണ് മരണസംഖ്യ എത്രയും ഉയരാൻ കാരണമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. കാണാതായവരുടെ കണക്കുകളും സംബന്ധിച്ച് കുറെ കൂടി വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള മഴയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ശരി, വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.